ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ പോയതാണ്. അപ്പോൾ അവർ ഈ ആയുർവേദത്തിൻ്റെ മരുന്നെല്ലാം ഉണ്ടാക്കുന്ന കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട് കൈമുട്ട് ഇങ്ങനെയൊക്കെ വേദനയ്ക്ക് മുറിവെണ്ണ ഇതൊക്കെ ഇട്ട്. അപ്പം ഞാൻ അന്ന് പോയതിപ്പം പിന്നെ മുറിവെണ്ണ ഉണ്ടാക്കുന്നതാണ് അവർ. അപ്പം നേരിട്ട് ഞാൻ വീഡിയോ എടുത്താണോ. അതിന് ചേരുവകളാണോ അത് കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ എടുത്തു. ഇത് കാർവാവിൽ അരിച്ച് ഇടിച്ച് 3 പ്രാവശ്യം അരിച്ച് തുടിക്കാത്ത അരിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇത് മുരിങ്ങയിലാണ്. മുരിങ്ങയില വേണം ഇത് കാർവാവിൽ മുരിങ്ങയില. ഇത് 3 പ്രാവശ്യം അരിച്ച് ഇതിനകത്ത് അരിച്ചെടുത്തതാണ്. വെറ്റിലയാണിത്. വെറ്റില അതുണ്ട്, ഇതുണ്ട്. വെറ്റില 1 ലിറ്റർ എണ്ണയ്ക്ക് 500 ഗ്രാം വെച്ചാണ് ഇതെടുക്കുന്നത്. എല്ലാ മരുന്നോട് 1 ലിറ്റർ എണ്ണയ്ക്ക് 500 ഗ്രാം വെച്ചാണ്. ഞങ്ങളിപ്പോൾ 2 ലിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചാണ്. ഇത് മുരിക്കിലയാണ്. മുരിക്കിൻ്റെ നല്ല പച്ചക്കുള്ള ഇല നോക്കി നല്ലോണം 3 പ്രാവശ്യം ഇടിച്ച് പിരിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടാണ് അത്. പിന്നെ ഇത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി 500 ഗ്രാം അതെടുത്തിട്ട് ശരിക്ക് ഈ ഞങ്ങൾക്ക് 3 പ്രാവശ്യം ഇത് മിക്സിയിലടിച്ചാൽ നല്ല. ഇത് മിക്സിയിൽ ശരിക്കും ഉള്ളിയുടെ ചാറ് തന്നെയാണിത്. അങ്ങനെ. പിന്നെ ഇത് കുന്നന്തലയാണ്. കുന്നന്തല ഏറ്റവും നല്ല സാധനമാണ്. കൈ പൊട്ടുന്ന വേദനയ്ക്ക് എല്ലാത്തിനും നല്ല കുഞ്ഞിനെ ഏറ്റവും നല്ല ഉള്ളിൻ്റെ വീട്ടിലില്ല. അപ്പം ഇത് നല്ല ഇത് ഈ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഇതെല്ലാം 1 ലിറ്ററിന് 500 ഗ്രാം വെച്ചുണ്ട്. ഇത് ചെറുതായി ഇത് അവസാനം വെളിച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ഒരു കപ്പില്ലേ അളവ് കിട്ടുവാണെങ്കിൽ അതേപോലെ എടുത്താൽ നമുക്ക് പിന്നെ ആപ്പിലോട്ട് വെച്ചിട്ട് ഒഴിക്കട്ടെ. ഇത് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. മീൻ വെട്ടുന്ന പത്രികയാണ് സ്റ്റോപ്പിക്സ്. ഇനിയിപ്പോൾ ഇത് കക്കനാണേ. ഇത് ശതാവരിക്കിഴങ്ങാണ്. ഇത് ശതാവരിക്കിഴങ്ങ് അവിടെ ഇത് ശതാവരിക്കിഴങ്ങാണ്. ഇതാണ് ഇതിന് കക്കനായിട്ട് വരുന്ന സാധനമാണ്. ഈ കക്കൻ എടുത്തിട്ട് നമുക്ക് വേദനയുള്ള സ്ഥലത്ത് കിഴി പിടിക്കാനൊക്കെ നല്ല സൂപ്പർ സാധനമാണ്. പാകാറായോ? ഇല്ല. അന്നേരം നമ്മുടെ അടുത്ത് വെച്ചൊരു സമയം അറിയാമോ? ലാസ്റ്റത്തെ ഫോട്ടോയുടെ ടൈം കൊറോണ പിറ്റേ ദിവസം അരിച്ച് കൈന്ന് മുട്ട അനക്കത്തില്ലേ? ഒരു സാധനം എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചൂടത്തി കൊണ്ടോ? അത്രയ്ക്കില്ല, ഉണ്ട്. ഒരു പ്ലാസ്റ്റിക്കിന്റെ കൂടോ അല്ലെങ്കിൽ എണ്ണ കുറേ ദിവസമൊക്കെ നടുവിൽ പിടിക്കും.